കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. ഇന്നത്തെ കൗൺസിലർ പുതിയ കാര്യം തീരുമാനിക്കാം. ഇന്നത്തെ കൗൺസിലർ പുതിയ കാര്യം തീരുമാനിക്കാം. അല്ല ഇത് ചർച്ച ചെയ്യാൻ കൊണ്ടുവരണ്ടേ? രണ്ടായിരത്തി 24-25 സാമ്പത്തിക വർഷത്തെ പദ്ധതി ഭേദഗതി സംബന്ധിച്ച് വിളിച്ച അടിയന്തര കൗൺസിൽ യോഗമാണ് ബഹളമയമായത്. കൗൺസിൽ യോഗത്തിന്റെ അജണ്ട നൽകിയില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചത്. അജണ്ട നൽകാതെയുള്ള കൗൺസിൽ യോഗം അംഗീകരിക്കില്ലെന്നാരോപിച്ച് BJP പാർലമെന്ററി പാർട്ടി നേതാവ് ഗംഗാധരൻ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഈ 3 മണിക്ക് ഇത് പിരിയുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ 4 മണിക്ക് മുമ്പൊക്കെയാണോ ഈ വ്യത്യാസമൊന്നുമില്ല. കാരണം എന്താ ഇത് കുറെ നടന്നു വരുന്നൊരു സമ്പ്രദായമാണ്. നമ്മളിപ്പോ വരിക, എന്നിട്ട് അംഗീകരിക്കുക, എന്നിട്ട് പോവുക, എല്ലാം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ആക്ടർ റൂൾസ് ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കുക. അല്ല, ഇതിപ്പോ വെറുതെ നമ്മൾ കൃത്യമായി ചോദിച്ചിട്ടാ പറയുന്നത്. ഈ അതിനെ പറ്റി മുഴുവനായിട്ട് ഇതിന്റെ ഒഫീഷ്യലായിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞത്. ഇത് കൗൺസിലർമാരുടെ അവകാശമാണ് നിങ്ങൾ പറയുന്നത്, ജനപ്രതിനിധികളുടെ അവകാശമാണ് പറയുന്നത്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മിനിറ്റ്സ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതോടെ നടപടിക്രമങ്ങൾ അറിയാത്തവർക്ക് ഇറങ്ങിപ്പോകാമെന്ന് വൈസ് ചെയർമാൻ രാജേഷ് പറഞ്ഞു. നടപടിക്രമങ്ങൾ അറിയാത്തവർ ഇറങ്ങിപ്പോകണമെന്ന് വൈസ് ചെയർമാൻ രാജേഷ് പറഞ്ഞതോടെ കോൺഗ്രസ് കൗൺസിലർ ഗോപൻ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. കൃത്യമായ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കാതെയുള്ള കൗൺസിൽ യോഗം വിളിച്ചതിലും കൗൺസിൽ യോഗം ആരംഭിച്ച ശേഷം അജണ്ട നൽകിയതിലും വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് BJP കോൺഗ്രസ് ലീഗ് കൗൺസിലർമാർ ഇറങ്ങിപ്പോയത്. ഇതിനകത്ത് മുന്നേ നമ്മൾ ഇതേപോലെ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഓൺലൈനാണ്, അതൊക്കെ സർവേയിൽ വരും, നിങ്ങൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ID തന്നിട്ടില്ല എന്നൊക്കെ. ഞങ്ങൾ നോക്കി എവിടെയാണ് ഇപ്പോഴാണോ എടുത്തത്? അത് അങ്ങനെ വായിക്കാൻ അത് ശരിയല്ലോ. അങ്ങനെയാണോ നമ്മൾ ഈ ആലോചിച്ച് പോയത്? അതെങ്ങനെ കൊണ്ടുവരാം? ഇന്നലെ തീരുമാനിച്ചതല്ലേ?